ഹലോ, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് പോവാണ്. എൻ്റെ കൂടെ ഒരാളോട് ഉണ്ട്. പുള്ളിക്കും 3 ടൺ ഉള്ളതാണ്, ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ പുള്ളിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സാറ്റർഡേ ആണ്. സൂപ്പർ ബൈക്കേഴ്സൊക്കെ പതുക്കെ പോകുന്നുണ്ട് ഓരോരുത്തർ. സാറ്റർഡേ ആയിട്ടും തിരക്കുണ്ടില്ല റോഡിലേക്ക്. ടൈമൊന്നും ആയില്ല, ടൈം 5:30 ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ല, എൻ്റെ സെയിം കളർ വണ്ടിയാണ്. കുറച്ചുകൂടെ വെട്ടം വരുമ്പോൾ കാണിക്കാം. നമ്മളിന്നൊരു ലേക്കിലോട്ടാണ് പോകുന്നത്, ഒരു ലേക്ക് വ്യൂ പോയിൻ്റ് പോലെ. എസ്പെഷ്യലി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് മാത്രമേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും വെട്ടം വരുമ്പോൾ കാണാം. അത് ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് തീരുന്നു. ഫോണിൻ്റെ ചാർജ് ഞാൻ നോക്കിയതാ, പക്ഷെ അതിലും കറക്റ്റ് എനിക്കൊന്ന് ഗൂഗിൾ മാപ്പാണ്. മറ്റൊരു എല്ലാ വഴിയൊന്നും കാണിക്കത്തില്ല. നമ്മളിപ്പോൾ ഹോസ്കോട്ടെ ടോൾ കഴിഞ്ഞു, മുന്നോട്ട് പോവാണ്. നമ്മൾ പോകുന്നത് സബ്ബൻഹള്ളി ലേക്ക് എന്ന് പറഞ്ഞ ലേക്കുണ്ട്. അപ്പം ചിക്ബല്ലാപൂരിനൊക്കെ അടുത്താണ്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പോയ റൂട്ട് തന്നെയാണ്, പെനുക്കണ്ടയിലും ഒക്കെ പോകുന്ന റൂട്ട്. ചിക്ബല്ലാപൂർ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇതാണ് നിരഞ്ജൻ ബ്രോ, കണ്ടില്ലേ, എൻ്റെ സെയിം വണ്ടി, അതേ കളറ്. പുള്ളി മലയാളിയാണ്. വലിയ കുഴപ്പമില്ല, നമ്മൾ തിരക്കൊന്നും ഇല്ലാതെങ്കിൽ വന്നു. ഇപ്പോൾ കുറച്ച് ദൂരം, പക്ഷെ നല്ല മഴക്കോളുണ്ട്, അതാണൊരു വിഷയം. കണ്ടില്ലേ, കുറച്ച് മൂടലൊക്കെ ഉണ്ട്. ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നു. നല്ലൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഭാഗത്താണ് നന്ദി ഹിൽസ് ഒക്കെ. കണ്ടോ, മഴയും കൂടെ ആയതുകൊണ്ട് ഇരുണ്ട് നല്ല രസമുണ്ട് അത് കാണാൻ. മൊത്തം ഇരുണ്ട് കൂടി, മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ ഇങ്ങനെ മഴ പെയ്യുന്നതിന്, ഇങ്ങനെ പെയ്യാതിരിക്കുന്നൊരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. ഒരു പ്രത്യേക വൈബാണത്. പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെളിയും ഒക്കെ ആയിരിക്കും, അതുവരെ ഒരു പ്രത്യേക ഫീലാണ്. നല്ല രസമല്ലേ അത് കാണാൻ? ഓക്കെ, ബ്രോ ബാഗ് ഒന്നും എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു.
പറഞ്ഞാൽ ബാഗിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പിന്നെ റെയിൻ കോട്ട് എടുക്കാൻ വേണ്ടി ബാഗ് എടുത്തതാണ്. കണ്ടില്ലേ, ഒരു സൈഡ് മുഴുവൻ മലകൾ. ഇത് അന്ന് നമ്മൾ ഇത് ഹൈദരാബാദൊക്കെ പോകുന്ന റൂട്ട് തന്നെയാണ്. അന്ന് വേറെ പോയ വഴി തന്നെ. ഇപ്പം ഈ റോഡ് സ്ഥിരം റോഡായിട്ടുണ്ട്. കാരണം നല്ല വഴികളാണ്, നല്ല റൂട്ടാണ്, നല്ല റോഡാണ്. നല്ല രസമുണ്ട് എല്ലാം കാണാൻ അല്ലേ. ഇപ്പം എല്ലാ ദിവസവും ഉച്ച കഴിയുമ്പം ബാംഗ്ലൂർ മഴയാണ്. പക്ഷേ ഈ മഴക്കാലത്ത് പോകുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ഫുള്ള് ഗ്രീനറി ആയിരിക്കും, എല്ലാം നല്ല കളർഫുള്ളായിരിക്കും മഴ കിട്ടുന്നത് വരെ. നമ്മൾ ചുമ്മാ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. റെസ്റ്റ് എന്നല്ല, ചുമ്മാ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇനി 26 കിലോമീറ്ററുണ്ട്. ലെഫ്റ്റ് എടുത്തിട്ടുണ്ട്. നല്ല ക്രോസ് ഫിൻസ് ഉണ്ട്, ഈ മഴക്കാറും കൂടെ ഉള്ളത് ചില ഭാഗത്തൊക്കെ വരുമ്പോൾ. നല്ല രസമുണ്ട് ഈ റൂട്ട് കാണാൻ. രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് കണ്ടില്ലേ. പഴയ മരമൊക്കെയാന്ന് തോന്നുന്നു, ഒരുപാട് പഴക്കമുള്ള. ഈ ലേക്കാണ് ഇത്. പക്ഷേ ഉണ്ടോ, ഇത് തിരയടിക്കുന്ന പോലെ വെള്ളം ഇങ്ങനെ ഓളം നടന്നു. അവിടെ നല്ല കാറ്റുണ്ട് ഇവിടെ, കണ്ടോ. അവിടെ തിര അടിക്കുന്ന പോലെ ഇത് വരുന്നത്. രസമുണ്ട് അത് കാണാൻ. റൈറ്റ് സൈഡിൽ ഇതിനേക്കാളും താന്നാണ് പ്രദേശം, കണ്ടോ. ഈ ലേക്കിനേക്കാളും താന്ന പ്രദേശമാണ്. ഇത് കണ്ടോ, ചുറ്റും ഇങ്ങനെ പാറകളും മലകളും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നത്
GS ആണോ? അതെ. GS നോക്കി എന്ത് രസമാണ് നോക്കി. നല്ല രസമുണ്ട് ഈ വണ്ടി ഓടിക്കാൻ കേട്ടോ. കുറച്ച് വളവും തിരിവും നല്ല കുറച്ച് കേസാണ്. ഒരുപാടങ്ങ് ടഫല്ല. അതിൻ്റെ കൂടെ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് കാണുമ്പോഴും ആ ചുറ്റുമുള്ള ഹിൽസൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി. ഇവിടെ ഒന്നും മഴയൊന്നും പെയ്യുന്നില്ലെന്നത്. മൊത്തം അത്രയ്ക്ക് അങ്ങോട്ട് ഗ്രീൻ ലുക്കല്ല. കണ്ടല്ലേ, ഉണ്ട്. എന്നാലും ചിലപ്പോൾ ഇത്ര നാൾ നല്ലോണം ഡ്രൈ ആയിട്ട് ഇപ്പം കിളിച്ച് വരുന്നേ ഉള്ളായിരിക്കും. മഴ തുടങ്ങിയല്ലേ ഉള്ളൂ. ഒരു 10R ഇതൊക്കെ ഒരു ഫാമിംഗ് ഏരിയ ആണ്. ഇതാണ് മുമ്പ് പറഞ്ഞ ലേക്ക്. കുറേ ബൈക്കേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഏതോ സൂപ്പർ ബൈക്ക് ഇരിപ്പുണ്ട്. ഡുക്കാട്ടി ട്രൈ. ഓ വീട്ടുമാണ്. നമ്മളവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല, നമുക്കിവരെ ബുദ്ധിമുട്ടിക്കണം. അവിടെ കുറേ സൂപ്പർ ബൈക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരു ആഫ്രിക്ക 18 ഉണ്ടായിരുന്നു, ZX 10R ഉണ്ടായിരുന്നു, ഒരു പനികാല V2 ഉണ്ടായിരുന്നു, GS 850 ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ ഇതിൻ്റെ ഈ ലേക്കിൻ്റെ വേറൊരു സൈഡ് നമുക്ക് ഇവിടെ നിന്ന് കണ്ട് കാണാം. അങ്ങോട്ട് പോവാണ്. ഞാൻ ബ്രോയുടെ വണ്ടി ഒന്ന് മാറ്റി ഓടിച്ചാണ്. വ്യത്യാസമൊന്നുമില്ല, സെയിം
ആകെ പിന്നെ ഈ ടയർ നമുക്ക് ചെറിയൊരു ഇതറിയാൻ പറ്റും. കാരണം ടി വി എസിൻ്റെ ടയർ ഇച്ചിരി കൂടെ ലൈറ്റാണ്. നമ്മളാ ലേക്കിൻ്റെ ഒരു പിക്നിക് പോയിൻ്റ് വ്യൂ ഉണ്ട്, അതിലേക്ക് പോവാണ്. കുറച്ച് ഓഫ് റോഡൊക്കെ ഉണ്ട്. ഇത് തന്നെയാണെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് പിക്നിക് പോയിന്റ് എന്നാണ് ഗൂഗിൾ പറയുന്നത്. കണ്ടല്ലേ, സെയിം വണ്ടി രണ്ടും. ആ പിക്നിക് സ്പോട്ടിൽ നിന്ന് ഇറങ്ങി. നൈസ് പ്ലേസാണ്, നല്ല പീസ്ഫുൾനെസ്സാണ്. കണ്ടോ, ഇവിടെ എല്ലാ ആൾക്കാരിങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. നല്ല ഇവിടെ എല്ലാം ഇങ്ങനെ വന്നിരുന്ന് വർത്തമാനം പറയാനും തന്നെ നല്ല ഒരു പ്രത്യേക ഫീലുണ്ട്. പിന്നെ നമുക്ക് കുരങ്ങും മയിലും അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യാം. കണ്ടിട്ട് നോക്കി ആ വ്യൂ നോക്കി, നല്ല നല്ല വലിപ്പമുള്ള ലേക്കാണ്. നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 8:30 കഴിഞ്ഞു. പുള്ളിയുടെ വണ്ടി എൻ്റെ വണ്ടിയുടെ അത്രയും ദൂരമൊന്നും ഓടിയിട്ടില്ല. 12,000 എന്തോ കഴിഞ്ഞേ ഉള്ളൂ. പക്ഷേ രണ്ട് വണ്ടി ഒരുപോലാണ്, വേറെ ഫീലൊന്നും വ്യത്യാസമൊന്നുമില്ല. അതിനിപ്പോഴും മറ്റേ സ്റ്റോക്ക് ടയർ തന്നെയാണ് കിടക്കുന്നത്, കാരണം അത്രയും ദൂരമല്ലേ ഓടിയിട്ടുള്ളൂ. ഈ സൂപ്പർ ബൈക്കേഴ്സ് ഒക്കെ വരുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല കിടിലൻ റോഡാണ്, നല്ല റൂട്ടാണ്, വലിയ റഷൊന്നുമില്ല, നല്ല പീസ്ഫുള്ളാണ്. സത്യത്തിൽ അടിപൊളി ഒരു പ്ലേസാണ്. ജസ്റ്റ് വന്ന് റൈഡ് അടിച്ചിട്ട് പോകാനും വീക്കെൻഡ് റൈഡും ബ്രേക്ക്ഫാസ്റ്റ് റൈഡൊക്കെ അടിക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല റോഡാണ്, ഒരുപാട് സൂപ്പർ ബൈക്ക് വരും. ഇന്ന് ശനിയാഴ്ചയായിട്ട് ഇഷ്ടം പോലെ വണ്ടികളുണ്ട് അവിടെ. കാരണം നല്ല റോഡാണ്, നല്ല റൂട്ടുമാണ്, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ വഴിയാണ്.
ബാംഗ്ലൂരിൽ നിന്ന് പെട്ടെന്ന് വന്നിട്ട് നോക്കും. ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത് ഇതൊരു പ്രത്യേക ഫീലാണെന്നറിയാം. നമുക്കൊരു തണുപ്പും ഒരു സുഖമൊക്കെ ഫീൽ ചെയ്യും ശരിക്കും. കണ്ടിട്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിച്ച് പോകാൻ തോന്നും. അതുപോലെ നല്ലൊരു വഴിയാണ്. മിററിൽ കൂടെ മറ്റേ ആറാത്തിൻ്റെ ഹെഡ്ലൈറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ദൂരെ നോക്കുമ്പോൾ ഒരു സൂപ്പർ ബൈക്ക് വരുന്നതിലൊക്കെ ഒരു ഫീലുണ്ട്. എൻ്റെ വണ്ടി ആയതുകൊണ്ട് പറയുന്നില്ല, അങ്ങനല്ല. ആറാത്തിട്ടൻ എനിക്കും ആറാത്തിട്ടനായതുകൊണ്ട് പറയുന്നില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ മിററിൽ കൂടെ പോകുമ്പോൾ വലിയൊരു വണ്ടി വരുന്നതിലൊക്കെ ഉണ്ട്. അത് കണ്ടോ, വെള്ളത്തിന് നടുവിലൊരു സാധനം. അതെന്താണ് സംഭവം? അവിടോട്ട് എങ്ങനെ പോകുന്നോ അത് പിടിയില്ല. ഇതെല്ലാം വെള്ളത്തിലാണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പം വീഡിയോ കണ്ടവർക്കെല്ലാം താങ്ക്സ് ഫോർ വാച്ചിങ്.